വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ വീട്ടിലെ പടയാളികൾ ഭടന്മാർ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന ഭടന്മാർ തന്നെ കേട്ടോ. പുതിയൊരു പേരിട്ട് ഇറക്കുന്നേ ഉള്ളൂ, ഭടന്മാരെന്നും പറഞ്ഞ്. ഇവിടുത്തെ കുട്ടിപ്പട്ടാളം. കുട്ടിപ്പട്ടാളം എന്ന് പറയുമ്പോൾ അത് ഭടന്മാരായല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അവരെ പരിചയപ്പെടുത്താം. ചിലർ നമ്മളെ ചാനലിലെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഓൾറെഡി ഇവരെല്ലാം അറിയാം, ഇവരെ പേരും അറിയാം, എല്ലാം അറിയാം. ഇതാണ് സീനിയർ ഭടൻ ജിമ്മി. ഈച്ച പിടിക്കുന്ന മെയിൻ. വായി നോട്ടം രണ്ടാമത്തെ ഹോബി. ആവശ്യമില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുക, അതാണ് കൊച്ചിൻ്റെ മൂന്നാമത്തെ ഹോബി. കാക്കയെ കണ്ടാൽ കാക്കയെ പിടിക്കാൻ പോവുക. ദിസ് ഈസ് ജിമ്മി കുട്ടൻ. ഫേസ് ഒന്ന് നേരെ കണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയണ്ടേ? ആരുടെ അവിടെ? ഗേറ്റിന് വെളിയിൽ കൂടെ വായി നോക്കിയാ റോഡിൽ ആരാണെന്ന്. നമുക്ക് കാണാത്ത പലതും ഇവർ ചുമ്മയല്ല. അതോ ഒരാൾ റോഡിൽ കൂടെ താഴോട്ട് പോകുന്നുണ്ട്. താഴത്തെ റോഡിൽ കൂടെ ഒരു ഡോഗ് കൂട്ടം പോകുന്നുണ്ട്. നമ്മൾ കാണാത്തേക്ക് ഇവർ പെട്ടെന്ന് കാണും. നോക്കുന്നുണ്ട? അപ്പോൾ ഫട നമ്പർ 2. മതി ഫട. ഭടന്മാരെല്ലാം വീണ്ടും നിരന്നിട്ടുണ്ട്. മതി പോട്ട്, അവരങ്ങ് പോയി. അപ്പോൾ ഭടൻ നമ്പർ 2 അണ്ട ഗേറ്റ് കടിച്ച് തിന്നുന്ന ഭടൻ. ഗേറ്റ് കടിക്കാനുള്ള കാരണം റോഡിൽ കൂടെ ഒരു പപ്പിക്കുട്ടൻ ഇപ്പം പോയി. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് കടിക്കുന്നത്. ജാക്കി കുട്ടൻ ഇങ്ങോട്ട് നോക്കേ. ഈ പൈസ ഒന്ന് നോക്കി വെച്ചേക്കണേ. ഹലോ സാർ, ഇങ്ങോട്ട് നിവർന്ന് മസിലൊക്കെ കണ്ട? കൊച്ചെണീറ്റ് നിൽക്കുന്ന നിപ്പൊക്കെ കണ്ട? കൊച്ചല്ല കേട്ടോ ഭടൻ്റെ മസിലുണ്ട. നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടോ ഭടൻ? ഇനി വന്നേ ജാക്കി, ഇനി വന്നേ. ദിസ് ഈസ് ജാക്കി ഭടൻ. ജാക്കി ഭടനാണിത്. ഓക്കെ, പേടിത്തൊണ്ടിയാണ്, വലിയ പ്രയോജനമൊന്നുമില്ല, ഇട്ടേക്കാം. അനദർ വൺ. ദിസ് ഈസ് ജാക്കി റാണി ഫടി. ഇതൊരു ഫടിയാണ്, ഭടനല്ല കേട്ടോ. ഇത് നമ്മളെ റാണി ഫടിയാണ്. എവിടെയെങ്കിലുമൊക്കെ കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അയ്യാ പോണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയുള്ള മറ്റ് ബാക്കിയുള്ള ഭടന്മാരെയൊക്കെ ഒന്ന് ഭരിച്ച് ലെവലാക്കും. ആരെങ്കിലുമൊക്കെ അവർ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ അതൊക്കെയാണ്. പിന്നെ മെയിൻ ഹോബി ഇതാണ്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, വേറെ ഡോഗ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യല. ജാക്കി ഭടൻ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. കാക്കയുടെ പുറക്കെ ഓടിയതാണ്. അതിലേ പോയി ഇതിലേ ചാടി ഇതുവഴി വന്നു. ഇതാണ് ജാക്കി ഭടൻ. ഇവിടെ വാടാ ഭടൻ. അതിലേക്ക് ഇറങ്ങി ഇവിടെ വരും. ഇവിടെ നടക്കുന്ന രംഗങ്ങളെ കണ്ടാൽ കോമഡിയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല ഇവിടെ. ഇവിടെ ഇപ്പൊ ഒരു യുദ്ധം വേണ്ട. പറ്റത്തില്ല. ഗേറ്റിന്റെ മതിലിന് അപ്പുറം ആരോ ഏതോ കുട്ടിക്കുട്ടനുണ്ട്. അതിനാണ് ഈ ഓട്ടം ബഹളം. തുമ്പി വാ, തുമ്പി വരൂ. ഇത് തുമ്പി ഫടി. ഭടനല്ല, ഫടിയാണ്. ഫടി ശ്രീലങ്ക എന്തോന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എൻ്റെതായ രീതിയിലൊരു വാക്കിട്ടാണ് ഫടി. ഞാൻ തുമ്പി. ദിസ് ഈസ് തുമ്പി ഫടി. തുമ്പി. അപ്പോൾ ജാക്കിയുടെ നിന്നും ജിമ്മിയുടെ നിന്നൊക്കെ മേടിച്ച് കൂട്ടുന്ന പണിയാണ്. അടിയും കടിയും മേടിച്ച് കൂട്ടുന്നതാണ് തുമ്പിയുടെ മെയിൻ ഹോബി. അവിടെ ഉണ്ടോ ഒരുത്തൻ അവനെ സ്നേഹിക്കാൻ ചെന്ന് അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ വാരിയിട്ട് കിണ്ടണം. ഇതൊക്കെ നോക്കി അന്തം വിട്ട് കുന്നം വിഴുങ്ങി റാണിപ്പടി ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ 2 ഭടന്മാർ 4 ഫടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇനി ഒരു ഫടി ഒളിച്ചു മാളത്തിൽ. യുദ്ധം ചെയ്യാൻ കയറിയതാണോ? ഒളിയം പെയ്യാനാണോ കയറിയിരിക്കുന്നത്? കാറിൻ്റെ അടിയിലാണ് കൊച്ചിൻ്റെ മാളം. അധികം ഓട്ടവും ചാട്ടമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഓട്ടവും ചാട്ടമൊക്കെ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഭടൻ പോകുന്ന പോക്ക് കണ്ടു. ചാരി എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഇരുന്ന് ബാക്കിയേ ഒരു 4 ഫടികളും കൂടെ ഉണ്ട്. ഇവിടെ മൊത്തം 8 ഭടന്മാരാണ്. അതിൽ 2 ഭടന്മാരും 6 ഫടികളുമാണ്. അപ്പോൾ ബാക്കി 4 ഫടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അവരങ്ങ് മുകളിലാണ് അവരുടെ താവളം.
അവരുടെ താവളം മുകളിലാണ്. മുകളിലെന്ന് പറഞ്ഞാൽ ബാക്കിൽ ഞങ്ങൾക്ക് ഹൈറ്റുള്ള പെരേഡമാണ്, അവിടെയാണ് അവരുടെ താവളം. ഇപ്പം 4 പടികളും ഹീറ്റായി നിൽക്കുകയാണ്. ഒരു പടി ഇതോണ്ടാണ് നിൽക്കുന്നത്. ഡാണ്ടടേ, പേര് ചക്കി. ഗേറ്റ് തുറന്ന് അകത്ത് കിടന്നാൽ ബാക്കി 4 പടികളെ നിങ്ങൾക്ക് പരിചയപ്പെടാം. കണ്ട, തുള്ളിച്ചാടി ഓടുന്നത് നമ്മുടെ ചക്കിപ്പടിയാണ്. ചക്കിപ്പടി എനിക്ക് ഏതാണ്ട് ഒരു 165 സെൻറ്റിമീറ്റർ നീളമുണ്ട് കേട്ടോ. ആ ഹൈറ്റ് വരെ ഇവിടെ പൊങ്ങി വരും എന്നെ ഉമ്മ വയ്ക്കാനായിട്ട്. ചാട് ചാട്. അവിടെ ഒരു സംഭവം നടക്കി. ഇതാണ് ബാക്കി 4 പടികളുടെ താവളം, അവരുടെ കൂട്. പടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞു ഫടന്മാരാണ് അതായി നിൽക്കുന്നത് ബാക്കിയുള്ളവർ. ഓക്കെ, ഇതവരുടെ താമസ സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം. ഓ യെസ്. എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞു, ഞാനത് പരിഗണിച്ചിരിക്കുന്നു. എന്തുവാന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇതിനകത്തൊരു പടീനെ അണ്ണൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടും വൃത്തിയാവും, പടികളും വൃത്തിയാവും. അപ്പോൾ കൂട്ടിനകത്തിട്ട് തന്നെ കുളിപ്പിക്കും. അത് കഴിഞ്ഞ് സോപ്പിട്ട് കൂട് തേച്ച് കഴുകി ഇറങ്ങും. അപ്പം രാവിലെ അണ്ണന് ഡ്യൂട്ടിയാണ് കുളിപ്പിക്കുന്നത്. ഇതാരാ കുളിക്കുന്നതെന്ന് കണ്ട? മണിക്കുട്ടി. ഇവിടുത്തെ ഒരു ഏറ്റവും ഇളയ പടിയാണ്. പടി കൈയൊക്കെ വയ്യാത്ത പടിയാണ്. നിന്നെ കുളിച്ചാലാ? കുളിച്ച് കഴിഞ്ഞ കൊച്ച് തുടച്ചെടുക്കുക. കൊച്ചിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. മണിക്കുട്ടി അകത്ത് തുറന്നാലേ കൂട് തുറന്നാൽ ഇവർ ബാക്കിയുള്ള പടന്മാരൊക്കെ അതിനകത്ത് ചാടി കയറും. അതുകൊണ്ടാണ് കൂട് തുറക്കാത്ത. അന്ന് അകത്തൊന്ന് കുറ്റിയിട്ടെന്ന് തോന്നുന്നു. ഡേ നിങ്ങൾ ഇങ്ങോട്ട് മാറ്, ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. പോടേ. മണിക്കുട്ടിയെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഒരാഴ്ച ഇന്ന് എല്ലാവരും കുളിപ്പിക്കാനായിട്ട് അണ്ണൻ മെനക്കെട്ടെ. 8 പേരെ ഒന്ന് കുളിപ്പിക്കണമെന്നാണ് അണ്ണൻ്റെ ദൃഢനിശ്ചയം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, എല്ലാവരും ഒന്ന് കുളിപ്പിച്ചാലോ? ഞാൻ മുന്നേ കുളിപ്പിച്ചോളൂ. ഇപ്പം മണി 6:30 ആയിട്ടുണ്ട്. ഇപ്പം കുളിപ്പിച്ച് തുടങ്ങിയാൽ ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് 8 പേരെയും കുളിപ്പിച്ച് തീർക്കാം. എന്നിട്ട് ഈ കൂട് ഒന്ന് കഴുകി വൃത്തിയാക്കണം. കൂടിൽ ചെളിയായിട്ടുണ്ട്. അപ്പം ആ ദൗത്യം ഇന്ന് രാവിലെ അണ്ണൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇരിക്കല്ലേ, അവിടെ വെള്ളമാണ്. തുടച്ച് വൃത്തിയാക്കുമ്പോൾ പിന്നെ ഇരിക്കല്ലേ മണിക്കുട്ടി. വാ കീക്കു, വാ കുളിച്ച് സുന്ദരിയായ അകത്ത് വാ. കീക്കു വാ, കുളിച്ച് സുന്ദരിയായ കീക്കു. എങ്ങോട്ട് ഓടുന്നു? കീക്കുവിനെ താഴെ കൊണ്ട് ഇവിടെ ഇട്ടിരുന്നപ്പോൾ അഴുക്കാം. ഇതാണ് വേറൊരു പടി, വൈറ്റ്. ഇങ്ങോട്ട് പോന്ന് വിളിച്ചിട്ട് വിളിയാക്കാതെ പോവേ. കാരണം മണിക്കുട്ടീനെ ഒതുക്കുന്ന തിരക്കിലാണ് അവര്. അവളതിൻ്റെ വണ്ടേ കയറ്റി കിട്ടാം, അതേ പറ്റൂ. കുളിച്ചിട്ട് വന്ന് മണി കിടക്കണാടി. അടുത്ത കുളിപ്പിക്കാനായിട്ട് കയറ്റിയിരിക്കുന്നത് നമ്മളുടെ ജാനുവിനെയാണ്. ജാനുക്കുട്ടി. അല്ല, പൈപ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് വിടാറുണ്ട്. വെള്ളം പിടിച്ചുകൊണ്ട് വരാ ഓസ്. കുളിപ്പിക്കാൻ നിർത്തപ്പോ അണ്ണൻ്റെ അടുത്ത് കാര്യം കൂടെയാണ്. ജാനുവേ കൂട്ടിനകത്ത് നിർത്തി കുളിപ്പിക്കുന്ന കാര്യമാണ്. കൂടും അങ്ങ് വൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് കൂട് സോപ്പിട്ട് തേച്ച് അങ്ങ് ഇറക്കിയാൽ വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൂട്ടിനകത്ത് തന്നെ നിർത്തി കുളിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ടേൺ കുളിക്കാനുള്ളത് വൈറ്റമ്മയാണ്. അത് കഴിഞ്ഞ് ചക്കിക്കുട്ടിയാണ്. ഇവരെല്ലാവരും കുളിച്ചതിന് ശേഷം താഴെ വന്നിട്ട് അണ്ണന് ജിമ്മിയെ കുളിപ്പിക്കാനുണ്ട്, ജാക്കിയെ കുളിപ്പിക്കണം, റാണിയുണ്ട്, പിന്നെ തുമ്പിയുണ്ട്. ഇവരെ 4 പേരെയും കൂടെ കുളിപ്പിക്കണം. അപ്പോൾ രണ്ടാമത്തെ ആളിനെ കുളിപ്പിച്ച് തുടങ്ങിയുള്ളത് മണി 7 ആയി. അപ്പം 7:30-8 മണിക്കുള്ളിൽ ബാക്കി 6 പേരെ കുളിപ്പിക്കേണ്ടതാണ്. സാറിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 7 മണിയായിട്ടുണ്ട്. 8 മണിക്കുള്ളിൽ ബാക്കി 6 പേരെ കുളിപ്പിച്ച് തീർത്തിട്ട് 8 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകാനുള്ളതാണ്. അത് ഓർമ്മ വേണം. സമയം പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നാളെ കുളിപ്പിച്ചാൽ മതി. ഓക്കെ, മണിക്കുട്ടി കുളിച്ചിട്ട് വണ്ടിയിലിരിക്കുന്നടി. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ കുളിക്കിട്ട് എനിക്ക്
കുറച്ച് പണിയുണ്ട്. ഞാനും ഷോപ്പിൽ പോകുന്നതാണ്. എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ അടുക്കളയിലെ പണികളെല്ലാം ബാക്കിയാണ്. അപ്പോൾ അണ്ണ എല്ലാവരെയും നിരത്തി പിടിച്ച് നിർത്തി കുളിപ്പിക്കുക. ഞാൻ പോകുന്നു അടുക്കളയിലേക്ക്. വാ ചക്കമ്മ. എവിടെ പോകുന്ന എന്താളും കൂടെ? അടുത്ത വയറ്റിൽ നീ ചക്കിയാണ്. ഓടിപ്പോയി കുളിച്ചോ. കുറച്ച് ദിവസമായില്ലേ കുളിച്ചിട്ട്. പെട്ടെന്ന് പോയി കുളിക്കണേ. ഇവിടെ ആര് കാത്തിരിക്കുന്ന? ഗേറ്റിൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന തുമ്പിക്കുട്ടി. വേണ്ട ഫോൺ പിടിക്കാനും സമ്മതിക്കത്തില്ല. ഇതിൻ്റെ കാര്യം വീഡിയോ എടുക്കാൻ സമ്മതിക്കും. ഞാൻ തുള്ളി ചാടിക്കൊണ്ടിരിക്കും. മാങ്കുട്ടി